നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഐക്യരാഷ്ട്രസഭയിൽ റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് ഇന്ന് നടന്ന ചർച്ചയിലും പ്രമേയത്തിലുമെല്ലാം നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 3 വർഷം തികയുകയാണ്. ഇതിനോടനുബന്ധിച്ചിട്ടാണ് 2 പ്രമേയങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ ചർച്ചയ്ക്ക് വന്നത്. ഒന്ന് യുക്രൈൻ കൊണ്ടുവന്ന പ്രമേയമാണ്. യുക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം കൊണ്ടുവന്ന പ്രമേയമാണ്. ഈ പ്രമേയത്തിൽ റഷ്യക്കെതിരെ അതിരൂക്ഷമായ വിമർശനമുണ്ട്. റഷ്യ യുക്രൈൻ്റെ പരമാധികാരത്തെ മാനിക്കുന്നില്ല, റഷ്യയിലേക്ക് അധിനിവേശനം നടത്തുന്നു, അതുകൊണ്ട് തന്നെ ഇത് എത്രയും വേഗം നിർത്തണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ് റഷ്യ കൊണ്ടുവന്നത്. രണ്ടാമതൊരു പ്രമേയം അമേരിക്ക കൊണ്ടുവന്നതാണ്. അമേരിക്ക എന്തിനാണ് ഇത്തരമൊരു പ്രമേയം കൊണ്ടുവന്നത് എന്ന് ആ സമയത്ത് തന്നെ എല്ലാവരും അതിശയിച്ചു പോയി. അതായത് അമേരിക്കൻ പ്രമേയത്തിൽ യുദ്ധം നിർത്തണം എന്ന ഒരു ആവശ്യമുണ്ട്. പക്ഷേ ആരോടാണ് യുദ്ധം നിർത്തണമെന്നില്ല. റഷ്യയുടെയോ യുക്രൈൻ്റെയോ പേരൊന്നും പരാമർശിച്ചിട്ടില്ല. എത്രയും വേഗം സംഘർഷം അവസാനിപ്പിക്കണം എന്നാണ് അമേരിക്ക പറഞ്ഞത്. അമേരിക്കയുടെ ഈ കഴിഞ്ഞ മാസം വരെയുള്ള നിലപാട് അങ്ങനെയായിരുന്നില്ല. റഷ്യക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങളെ അടക്കം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് നേതൃത്വം നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു. ആ അമേരിക്കയാണ് ഇപ്പോൾ റഷ്യയുടെ പേര് പരാമർശിക്കാതെ ഒരു പ്രമേയം കൊണ്ടുവരുന്നത്. മാത്രമല്ല, യുക്രൈൻ കൊണ്ടുവന്ന പ്രമേയത്തെ അമേരിക്ക റഷ്യയോടൊപ്പം നിന്ന് എതിർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സ്വന്തം പ്രമേയത്തിന്മേൽ വോട്ടെടുപ്പിൽ നിന്നും അമേരിക്ക വിട്ടുനിന്നു. അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തി. എന്നാൽ യുക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളും കൊണ്ടുവന്ന പ്രമേയത്തെ 199 അംഗമുള്ള സഭയിൽ 93 വോട്ടുകളുടെ പിന്തുണയോടുകൂടി ആ പ്രമേയം പാസ്സാക്കപ്പെടുകയും ചെയ്തു. 65 അംഗരാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള 65 അംഗരാജ്യങ്ങൾ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. 18 പേർ ഈ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. അങ്ങനെ 93 അംഗരാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി യുക്രൈൻ കൊണ്ടുവന്ന പ്രമേയം പാസ്സായി. അതേസമയം അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം പാസ്സായില്ല. പക്ഷേ അമേരിക്കയുടെ മെസ്സേജ് അല്ലെങ്കിൽ സന്ദേശം വളരെ കൃത്യമാണ്. തങ്ങൾ ഇനി യുക്രൈനെ പിന്തുണയ്ക്കുന്ന പ്രശ്നമില്ല, യുദ്ധം അവസാനിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന നിലപാടിലേക്ക് അമേരിക്ക മാറുകയാണ്. ട്രംപ് പ്രസിഡൻ്റായി അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണ്. കാരണം കഴിഞ്ഞ മാസം വരെയും റഷ്യക്കെതിരെ വളരെ പ്രത്യക്ഷമായ നിലപാട് സ്വീകരിച്ചിരുന്ന രാഷ്ട്രമായിരുന്നു. യുക്രൈനിന് എന്ത് വേണമെങ്കിലും നൽകാം, നിങ്ങളൊന്ന് റഷ്യയുമായി അടിച്ചു നിന്നാൽ മതി എന്നൊരു സന്ദേശം കൊടുത്തിരുന്ന രാജ്യമായിരുന്നു അമേരിക്ക. മാത്രമല്ല, ഈ റഷ്യയെ വലിയ സാമ്പത്തിക ഉപരോധത്തിൽ ഏർപ്പെടുത്തുന്നതിനും അമേരിക്ക വളരെ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്നാണ് റഷ്യക്കെതിരെ വലിയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. ഈ ഉപരോധ സമയത്ത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയ ഇന്ത്യക്കെതിരെ തിരിയുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ അമേരിക്ക. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഞങ്ങൾ ഇത്രയും പേർ ഒരുമിച്ച് നിൽക്കുകയല്ലേ, നിങ്ങൾ എന്തിനാണ് റഷ്യയെ പിന്തുണയ്ക്കാൻ പോകുന്നത്? റഷ്യയുടെ വലിയ അക്രമം കാട്ടുകയാണ് എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ അമേരിക്കയാണ് ഇപ്പോൾ പാലം വലിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് യുക്രൈനാണ്. കാരണം അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങളും പണവുമൊക്കെ നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസം പോലും അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് യുക്രൈൻ റഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക്, റഷ്യയുടെ അകത്തേക്ക് വലിയ ആക്രമണം നടത്തിയത്. അതിന് ശക്തമായ തിരിച്ചടി റഷ്യ നടത്തുകയും ചെയ്തു. എന്തായാലും അത്ഭുതകരമായ മാറ്റം അല്ല ഇത് എന്ന് പറയാം. കാരണം ട്രംപിൻ്റെ നിലപാട് അതായിരുന്നു. ട്രംപ് ഒരിക്കലും അമേരിക്കയ്ക്ക് പ്രയോജനകരമല്ലാത്ത ഒരു കാര്യത്തിന് പണം മുടക്കുന്നത് ഇഷ്ടപ്പെടുന്നയാളല്ല. ഇങ്ങനെ ബില്യൺ ഡോളർ കണക്കിന് ഇങ്ങനെ യുക്രൈനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് നൽകാൻ ട്രംപ് ഒരുക്കമല്ല. മാത്രമല്ല, താൻ അധികാരത്തിലിരിക്കുമ്പോൾ 3ാം ലോക മഹായുദ്ധം ഉണ്ടാകരുത് എന്നൊരു നിലപാടും അദ്ദേഹം എടുത്തു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് യുക്രൈനോട് അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസമായി തന്നെ പറയുന്നുണ്ട്. യുക്രൈനുമായും റഷ്യയുമായും അമേരിക്ക ക്ലോസ് ഡോർ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. ഇതിലെല്ലാം ആവശ്യപ്പെടുന്നത് എത്രയും വേഗം യുദ്ധം നിർത്തണം. യുക്രൈനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ യുദ്ധം നിർത്തിക്കോണം, കാരണം നിങ്ങളുടെ രാജ്യത്തിൻ്റെ 1/5 ഭാഗം റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു. അത്രയും പോയത് പോകട്ടെ, ഇനി ബാക്കിയുള്ളത് നിലനിൽക്കണമെങ്കിൽ ഇവിടെ അതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ യുദ്ധം നിർത്തണം. ബാക്കിയുള്ളതും കൊണ്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാം, അല്ല എങ്കിൽ ഞങ്ങൾ ഈ പിന്തുണ പിൻവലിക്കും, അതോടുകൂടി റഷ്യ നിങ്ങളെ ചുട്ടുകരിച്ച് ചാമ്പലാക്കും. ഈ ഒരു സന്ദേശമാണ് ട്രംപ് കുറച്ചധികം ദിവസങ്ങളായി സെലൻസ്കിയോട് പറയുന്നത്. പക്ഷേ സെലൻസ്കിക്ക് അത് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സെലൻസ്കിക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ട്രംപ് ഐക്യരാഷ്ട്രസഭയിൽ അങ്ങനെ പെരുമാറിയത് എന്ന് വ്യക്തമാണ്. സത്യത്തിൽ അമേരിക്കയും ഇന്ത്യ ആദ്യം സ്വീകരിച്ചിരുന്ന
നിലപാടിലേക്ക് മടങ്ങി വരികയാണ് എന്നർത്ഥം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ശാന്തിയുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത്. ഇരു രാജ്യങ്ങളെയും ഏതെങ്കിലും ഒരു രാജ്യത്തെ സഹായിച്ച് ആയുധങ്ങളും പണവുമൊക്കെ നൽകി യുദ്ധം അവിടെ ഉണ്ടാക്കുകയല്ല, യുദ്ധത്തെ സൃഷ്ടിക്കുകയല്ല. സമാധാനം വേണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്നാണ് ഇന്ത്യ എടുത്തിരുന്ന നിലപാട്. ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് നൽകിയിരുന്ന ഉപദേശവും അങ്ങനെ തന്നെയായിരുന്നു. ഈ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഞങ്ങൾ ഇംപാർഷ്യലാണ് എന്ന് ആരും ധരിക്കരുത്. അതായത് ഇന്ത്യ ഇംപാർഷ്യലാണ് എന്നാരും ധരിക്കരുത്, ഞങ്ങൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഭാഗത്താണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആ നിലപാടിലേക്കാണ് ഇപ്പോൾ അമേരിക്കയും പോകുന്നത്. വലിയൊരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ചുവടുവയ്പ്പാണ് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും പിന്മാറാൻ തയ്യാറല്ല. അവർ അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ഒരു വലിയ വിടവ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് സമാധാനം യുക്രൈൻ്റെ ചെലവിലാകരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കൊപ്പം സമാധാനത്തിൻ്റെ പാത പിന്തുടരാൻ തൽക്കാലം യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല. പക്ഷേ ഇത് എത്ര നാൾ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനെ പിന്തുണയ്ക്കും എന്നത് ഒരു വലിയ ചോദ്യമാണ്. എത്ര തന്നെ പിന്തുണച്ചാലും, എത്ര രാജ്യങ്ങൾ യുക്രൈൻ്റെ പിന്നിൽ നിന്നാലും, എത്രമാത്രം ആയുധങ്ങൾ ഡംപ് ചെയ്താലും ഈ റഷ്യയുടെ വിജയം അല്ലെങ്കിൽ റഷ്യ സാധിച്ചത് നേടിയെടുക്കുക എന്നത് ഒരല്പകാലത്തേക്ക് നീട്ടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. റഷ്യയുടെ പിടിയിൽ നിന്നും യുക്രൈനെ സംരക്ഷിക്കാൻ ആർക്കും കഴിയുകയില്ല. ചർച്ചയാണ് പരമപ്രധാനമായ പോംവഴി. ചർച്ചയിലൂടെ, ചില വിട്ടുവീഴ്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കുക. അതാണ് ആ മേഖലയിൽ ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.